ഹലോ കൂട്ടുകാരെ, ഇന്നത്തെ പ്രൊമോ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ പ്രൊമോയിൽ നമുക്ക് കാണാൻ കഴിയുന്ന അങ്ങനെ നമ്മുടെ സച്ചി രേവതിയും കൂടി ഇങ്ങനെ പരസ്പരം നോക്കിയിരിക്കുന്ന സമയത്താണ് നമ്മുടെ ശ്രീകാന്തും വർഷയും കൂടി കയറി വരുന്നുണ്ട്. അവർ ഓരോന്ന് പറഞ്ഞ് കളിയാക്കുന്നുണ്ട്. അപ്പോൾ സച്ചിക്കും രേവതിക്കാണെങ്കിൽ ഇതൊക്കെ കേൾക്കുമ്പോൾ വല്ലാത്ത ചമ്മലാവുണ്ട്. പിന്നെ കാണിക്കണം നമ്മുടെ അച്ഛമ്മ വരുന്നുണ്ട്, രേവതിയെ കാണാൻ വരുന്നുണ്ട്. അവൾക്ക് വയ്യാന്ന് അറിഞ്ഞിട്ട് കാണാൻ വരുന്ന സമയത്ത് ഇവൾ ഒരു പണിയും ചെയ്യാതെ ശ്രുതിനെ കൊണ്ടിട്ട് എല്ലാ പണിയും ചെയ്യിപ്പിക്കുന്നുണ്ട്. അവൾക്ക് നല്ല ഇട്ടിട്ട് പണി കൊടുക്കുന്നുണ്ട്. അവളെ പേടിപ്പിച്ചിട്ട് അവൾക്ക് കുറേ തുണി തിരുമ്പാൻ കൊടുക്കുന്നുണ്ട്, വീട് അടിച്ചു പോയി തുടയ്ക്കാൻ പറയുന്നുണ്ട്, പാത്രം കഴുകാൻ പറയുന്നുണ്ട്, തുണി ഇസ്തിരി ഇടാൻ പറയും. എല്ലാ പണിയും കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ശ്രുതിക്കാണെങ്കിൽ തണ്ടൽ പൊരിഞ്ഞിട്ട് പാടില്ല. നമ്മുടെ ചന്ദ്രയാണെങ്കിൽ ഈ സമയം നോക്കി അവൾ മുങ്ങീണല്ലോ. അതുകൊണ്ട് ചന്ദ്രയ്ക്ക് ഇട്ടിട്ടൊന്നും പണിയാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ അച്ഛമ്മ നന്നായിട്ടിട്ട് ശ്രുതിക്ക് പണി കൊടുക്കുന്നുണ്ട്. ശ്രുതിക്കാണെങ്കിൽ ഇതൊന്നും സഹിക്കാൻ പറ്റാതെ ആവണുണ്ട്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ രേവതിക്ക് ഈ അവസ്ഥയുടെ പിന്നിൽ ആരാന്ന് സച്ചി തിരഞ്ഞു നടക്കുന്നുണ്ട്. എന്തായാലും സച്ചി എത്തിപ്പെടുന്നത് നമ്മുടെ ഗജാനന്ദൻ്റെ മുന്നിലാണ്. അവനാണ് ഇതിൻ്റെ പിന്നിലെന്നൊക്കെ സച്ചിക്ക് നന്നായി മനസ്സിലാവുന്നുണ്ട്. എന്തായാലും ഗജാനന്ദനെ പോലീസ് സ്റ്റേഷനിലേക്ക് പൊക്കി സച്ചി കൊണ്ടുപോകുന്നുണ്ട്. എന്തായാലും അവനെ അടിച്ചിട്ട് പറയിപ്പിക്കുന്നുണ്ട്, നീ അല്ലേ ഇതിൻ്റെ പിന്നിലെന്നൊക്കെ പറയും. ഗജാനന്ദൻ ഇതിനൊക്കെ സമ്മതിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും സച്ചി നല്ല ഇട്ടിട്ട് പോലീസ് സ്റ്റേഷനാണ് നോക്കണില്ല, നന്നായിട്ടിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കാണിക്കണം നമ്മുടെ അച്ഛമ്മ രേവതിയെ നന്നായി സഹായിക്കുന്നുണ്ട്, പൂമാലയൊക്കെ കെട്ടാനൊക്കെ സഹായിക്കുന്നുണ്ട്. അച്ഛമ്മ രേവതി നല്ല കൂട്ടായിട്ടിരിക്കുന്നുണ്ട്. അച്ഛമ്മ രേവതിയെ നന്നായി നോക്കുന്നുണ്ട്. അവൾക്ക് വയ്യാത്തതുകൊണ്ട് അവളെ പൊന്നു പോലെ നോക്കുന്നുണ്ട്. എന്തായാലും പിന്നെ കാണിക്കണം നമ്മുടെ സച്ചി രേവതിനെ നേരെ നോക്കുന്നുണ്ട്. ഇതൊക്കെ നമ്മുടെ രേവതിക്കാണെങ്കിൽ വല്ലാത്ത സന്തോഷം തോന്നുന്നുണ്ട്. ഇങ്ങനെയൊക്കെ എന്നെ എല്ലാവരും സ്നേഹിക്കണ്ടല്ലോ എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. ഇത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ പ്രൊമോ അവസാനിക്കുന്നത്. ഇതുപോലുള്ള പ്രൊമോ വിശേഷങ്ങൾ നിങ്ങളുടെ മുന്നിൽ എളുപ്പത്തിലെത്താൻ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.